സുഹൃത്തുക്കളെ, ഇപ്പം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയട്ടാ. ഈ കെട്ടിയാണ് കെട്ടുണ്ടല്ലോ, ഇത് ലൂസായിട്ട് ചെറുതായിട്ട് ഇങ്ങോട്ടൊന്ന് ചെരിഞ്ഞു. ഇങ്ങോട്ട് ചെരിഞ്ഞപ്പോൾ എന്താ പ്രശ്നം പറ്റിയത് ഞാൻ വെച്ച് വണ്ടി പഞ്ചറായിരുന്നു. ഇപ്പം നിൽക്കുന്നതൊരു ആസാമിൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം 6 മണിക്കൂർ പോയാലാണ് നമ്മൾ ടൗൺ എത്തുള്ളൂ. അപ്പോൾ പോണ വഴിക്ക് ഞാനും ഇങ്ങോട്ട് ചെരിഞ്ഞു. ഇത് ചെരിഞ്ഞ സമയത്ത് വണ്ടി ഒന്നും ഇങ്ങോട്ട് പാളാൻ തുടങ്ങി. വണ്ടി പാളാൻ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ആളാൻ തുടങ്ങി. കാരണം ഇവിടെ വെച്ചിട്ട് പഞ്ചർ കിട്ടിക്കഴിഞ്ഞാൽ കഥ തീർന്നു. കാരണം ഇവിടെ കടകളൊന്നും അടുത്തില്ല, പിന്നെ ഒരാളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, റേഞ്ച് ഇല്ല, ഒന്നുമില്ല. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പോലും ഇതിനകത്ത് റേഞ്ച് ഇല്ല കേട്ടോ ഫോണിൽ. കേട്ടോ, വേർത്ത് കുളിച്ചു ഞാൻ ടെൻഷനായിട്ട്. കാരണം ഇവിടെ ആനകളും പുലികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആർക്കും അറിയില്ല അവിടെ എന്താ സംഭവിക്കുക, എപ്പോൾ എങ്ങനെയെന്നൊക്കെ. അപ്പം ഈ വഴിയിൽ പകല് പോയാലും കണക്കാണ്, രാത്രി പോയാലും കണക്കാണ്. അപ്പോൾ നമ്മളിന്ന് രാത്രി തന്നെ അവിടെ എത്താൻ വേണ്ടി നോക്കാം. സമയം ഏകദേശം ഒരു 7:30 ആയിട്ടാണ്. ഞാനൊരു ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊന്ന് ചെരിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ നാളി. അപ്പോൾ അത് നിങ്ങളടുത്ത് പറയാമെന്ന് വിചാരിച്ചു. ബാക്കിത്തെ കാര്യം സേഫാണ്. കാരണം ഇത് കെട്ടിയത് ഞാനല്ല. ഞാൻ ഇത്ര 3500 കിലോമീറ്റർ ഞാൻ വന്നെങ്കിലും ബാഗൊന്നും ഇതുവരെ അനങ്ങിയിട്ടേ ഇല്ല. ഇത് ആ പിള്ളേരെ എനിക്ക് കെട്ടിത്തന്നെ. അവന്മാർക്ക് അത്ര വശമില്ലാത്തതുകൊണ്ടാണ്, വേറെ വിഷയങ്ങളൊന്നുമല്ല. ഇപ്പം ഞാൻ തിരിച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ സംഭവം സേഫാണ്. അപ്പോൾ ഇനി നമ്മൾ പോവാണ്. ഇവിടെ അധികം നേരം ഞാൻ ഇരിക്കണില്ല, കാരണം വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അവിടെ നിന്നാണ്. അവിടെ ഇരുന്നാൽ ഈ സൈഡിൽ വലിയ മാത്രമാണ്. അപ്പോൾ ഇതിന് മൂന്നിയൊന്നും ആനയാടി വരില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സിലിണ്ടറിൽ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാൻ. വണ്ടികൾക്ക് വേറെ ഇത്ര ഓടിയിട്ട് വണ്ടിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. വണ്ടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾ പോകുമ്പോൾ മാക്സിമം രാത്രി യാത്ര ചെയ്യാതിരിക്കുക കേട്ടോ. എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അറിയില്ല. പിന്നെ അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം യാത്ര ചെയ്യുക. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല യാത്ര ചെയ്യാൻ. ഇതെങ്ങാനും എൻ്റെ മമ്മി കണ്ടു കഴിഞ്ഞാൽ തീർന്നു. പക്ഷേ വിഷയമൊന്നുമില്ല, പേടിക്കാനുള്ളതൊന്നുമല്ല. വണ്ടികളൊക്കെ ഇടയ്ക്കൊക്കെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.